മക്കളെ മാമ മക്കൾക്ക് എന്നെ അറിയാമോ? പിന്നെ അറിഞ്ഞൂടാത്തത് അച്ഛൻ മരിച്ചെന്ന് വരാൻ പറ്റിയില്ല മക്കളെ. ഞാൻ ആശുപത്രിയിലായിരുന്നു. അത് കുഴപ്പമില്ല. എല്ലാരെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ. ഞാൻ തന്നെ എത്ര കാലം കൊണ്ട് വീട് ആശുപത്രി വീടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. മാമൻ എന്ത് പറ്റിയ? നിന്റെ അപ്പൂപ്പ സുകുമാരണ്ണ അങ്ങേർക്ക് വന്ന അതേ അസുഖം തന്നെ എനിക്ക്. കൃമി അടിയാ മാമ? ഛേ, അതല്ലടാ മക്കളെ, കെർണിയ. നിന്റെ വസ്തു കച്ചവടം എങ്ങനെ പോണം? ഇപ്പൊ വലിയ മെച്ചമൊന്നുമില്ല മാമ. കഴിഞ്ഞ മുമ്പത്തെ മാസം മക്കള് പുതിയ അന്തര പരിപാടി കൂടെ തുടങ്ങിയില്ലേ? അത് പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയതാണ്. നിന്റെ പെണ്ണും പിള്ളേരാ അമ്മയ്ക്ക് വയ്യാതെ ഇറക്കിയായിരുന്നു. മാറ്റം വല്ല ഉണ്ടാക്കളെ? അതൊക്കെ മാറി. നിന്റെ അമ്മായിയപ്പൻ രാധാകൃഷ്ണൻ അവനുമായിട്ടായിരുന്നു ഞാൻ കമ്പനി. എന്നെ അണ്ണാന്ന് തീർത്ത് വിളിക്കൂല. അതെന്റെ അമ്മായിച്ചന് പണ്ടേ വിക്കുള്ളോണ്ടായിരിക്കും. അതല്ലടാ മക്കളെ, നമ്മുടെ അങ്ങനത്തെ ബന്ധമായിരുന്നു. അമ്മായിച്ചന് അറിയാമോ? പിന്നെ അറിഞ്ഞോടാത്തത്. എന്നാലും അതെങ്ങനെ ശരിയാവും? അതും അമ്മായി അമ്മയും കൂടെ അറിഞ്ഞോണ്ട്. മക്കളെ എന്താ ആലോചിക്കണത്? അതൊന്നുമില്ല. അതേ മക്കളെ, നിന്റെ താഴേക്കടയിലെ വസ്തു ഒരു 10 സെന്റ് കൊടുക്കാട്ടേക്കെന്ന് പറഞ്ഞാൽ എന്തായോ മക്കളെ? എന്നാൽ ഇയാൾക്ക് എന്റെ ജീവിത ചരിത്രം കംപ്ലീറ്റ് അറിയാം. പക്ഷെ ഇതാരാണെന്നൊരു പിടുത്തം കിട്ടില്ലല്ലോ. അത് ആൾക്കാരൊക്കെ വന്ന് നോക്കാനാ, പക്ഷെ വില അങ്ങോട്ട് ഒക്കണില്ല. മാമനും ഒരു 5 സെന്റ് കൊടുക്കാട്ടേക്ക് മക്കളെ, വില അങ്ങോട്ട് ഒക്കണില്ല. അങ്ങനെ ഒരു പിടിവള്ളി കിട്ടി. ഇനി ഇതിൽ പിടിച്ചങ്ങ് കയറണം. മാമന്റെ വസ്തുവിടെ കൊടുക്കാൻ കിടക്കണം. എന്റെ വീട്ടിലെ തൊട്ട് ചേർന്ന് കിടക്കുന്ന 5 സെന്റ്. മാമന്റെ വീടെന്ന് പറയുമ്പോ അതിപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ മക്കളെ. അവിടെ തന്നെ അല്ലേ? ചേടാ, ഇതിപ്പോ ആരാണെന്ന് ചോദിക്കാനും പറ്റാത്ത അവസ്ഥയല്ല. എന്നാ പിന്നെ മാമ അങ്ങോട്ട് ഇറങ്ങട്ടാക്കളെ. അതുവഴിയൊക്കെ വരുമ്പോ വീട്ടിലോട്ടൊക്കെ ഒന്ന് കയറണം കേട്ടാ. എന്നാ പിന്നെ ശരിയാവാം. ഇതിപ്പോ എവിടെയെന്നും പറഞ്ഞു പോയി കയറാൻ. ആരാണ് എന്തരാണെന്ന് അറിഞ്ഞൂടാതെ. ആദ്യമേ അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞൂടാന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു.